വാർത്തകളിൽ ഇപ്പോൾ അരുണാചൽ പ്രദേശിലെ സാത്താൻ സേവയും അതുപോലെ ദമ്പതികളുടെയും സുഹൃത്തിൻ്റെയും മരണവും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് തിരുവനന്തപുരത്തെ നഗരവാസികൾക്ക് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ 7 വർഷം മുൻപ് നടന്ന ഒരു സാത്താൻ സേവ കൊലപാതകങ്ങൾ അത്ര വേഗം മറക്കാൻ കഴിയില്ല. ആ ഒരു ഓർമ്മയിലേക്ക് വീണ്ടും നമ്മളെ തിരികെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു നടക്കുന്ന ഒരു വാർത്ത. തുരുമ്പെടുത്ത ഗേറ്റും ഒരാൾ പൊക്കത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന നന്തങ്കോട് ബെയിൽസ് കോമ്പൗണ്ടിലെ കോടികൾ വിലമതിക്കുന്ന 117 നമ്പർ വീടിന് മുന്നിലെത്തിയാൽ പലരും ഇപ്പോഴും വിറയ്ക്കും. നാട്ടുകാർക്കും അതൊരു ഭയാനകമായ ഒരു വീടായി മാറിയിരിക്കുകയാണ്. 2017 ഇതുപോലൊരു ഏപ്രിൽ മാസമാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് കൊലപാതകങ്ങൾ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തിൽ നടന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് വെളിപ്പാടകലെ സ്വന്തം വീട്ടിൽ വെച്ചാണ് പ്രൊഫസർ രാജതങ്കം ഭാര്യയും ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുമായിരുന്ന ജീൻ പത്മ, മകൾ കരോലിന, ഇവരുടെ ബന്ധു ലളിത എന്നിവർ അരുംകൊലയ്ക്ക് ഇരയായത്. രാജതങ്കത്തിന്റെയും ജീൻ പത്മയുടെയും മകൻ കേഡൽ ജിൻസൺ ആയിരുന്നു മരണത്തിന് പിന്നിൽ. കൊലപാതകം നടത്തിയ കേഡൽ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. വിചാരണ നേരിടാനുള്ള മാനസിക ആരോഗ്യം കേഡലിനില്ലെന്നാണ് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തിരിക്കുന്നത്. പൂജപ്പുര മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സ തുടരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഡോക്ടർ പരിശോധിച്ചിരുന്നു. സഹതടവുകാരനെ ആക്രമിച്ച പശ്ചാത്തലമുള്ളതിനാൽ കേഡൽ മിക്ക സമയവും ഒറ്റയ്ക്കാണ്. ആരോഗ്യ പ്രശ്നമുള്ളപ്പോൾ വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധ ചെലുത്താറില്ലെന്നതൊഴിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ജയിലിൽ ഉണ്ടാക്കാറില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഒരിക്കൽ ശ്വാസകോശത്തിൽ ഭക്ഷണം കുടുങ്ങി ഗുരുതരാവസ്ഥയിലായെങ്കിലും രക്ഷപ്പെട്ടിരുന്നു. രാത്രികളിൽ കളിയും ചിരിയുമായി കഴിയുന്ന കേഡൽ ജയിൽ ജീവനക്കാർക്ക് ഇപ്പോഴും അത്ഭുതമാണ്. മാതാപിതാക്കളുമായി സംസാരിക്കാറുണ്ടെന്നാണ് കേഡലിന്റെ അവകാശവാദം. ആത്മാക്കളുമായി തനിക്ക് സംവദിക്കാനുള്ള കഴിവുണ്ടെന്നാണ് കേഡൽ പറയുന്നത്. 10 വർഷത്തിലേറെയായി കുടുംബാംഗങ്ങൾ അറിയാതെ കേഡൽ സാത്താൻ സേവ നടത്തിയിരുന്നു. നവീന്റെ കേസിന് സമാനമായി ഇന്റർനെറ്റിലൂടെയാണ് കേഡൽ ആസ്ട്രൽ പ്രൊജക്ഷനിൽ അറിവ് നേടിയത്. മാനസികാരോഗ്യമായ കേഡലിനെ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇടയ്ക്ക് കോടതി തിരക്കിയെങ്കിലും ആരും മുന്നോട്ട് വന്നിരുന്നില്ല. പ്രതി മാനസികാരോഗ്യ ആയതിനാൽ കേസിന്റെ തുടർ നടപടികൾ നിലച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷത്തിനിടെ അമ്മ ജീൻ പത്മയുടെയും സഹോദരൻ ജോസ് മാത്രമാണ് കേഡലിനെ സന്ദർശിക്കാൻ ജയിലിലെത്തിയിട്ടുള്ളത്. വിദേശത്ത് നിന്നും ആഭിചാര പ്രക്രിയകളിൽ ആകൃഷ്ടനായ താൻ 15 വർഷത്തോളമായി ആസ്ട്രൽ പ്രൊജക്ഷൻ പരിശീലിക്കുകയായിരുന്നുവെന്നും വീട്ടുകാരെ കൊലപ്പെടുത്താനായി മഴ അടക്കമുള്ളവ ഓൺലൈനിൽ വഴി വാങ്ങിയെന്നും കേഡൽ അന്ന് വ്യക്തമാക്കിയിരുന്നു. കുടുംബത്തിലെ ഓരോരുത്തരെയും വീടിന്റെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയാണ് കൊലപാതകം നടത്തിയത്. താൻ തയ്യാറാക്കിയ വീഡിയോ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് അമ്മയെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയത്. വീഡിയോ ഗെയിം കണ്ടുകൊണ്ടിരുന്ന അമ്മയെ പിന്നിൽ നിന്നും ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം മൃതദേഹം വെട്ടിനുറുക്കി ശുചിമുറിയിലേക്ക് മാറ്റിയിരുന്നു. ഒന്നും അറിയാതെ അച്ഛനും സഹോദരിക്കും ഒപ്പം താഴെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് കേഡലിനോട് അമ്മ എവിടെയെന്ന് അച്ഛൻ തിരക്കിയപ്പോൾ വീഡിയോ ഗെയിം കാണുന്നു എന്നായിരുന്നു മറുപടി. ഇതിനുശേഷം സമാനമായി അച്ഛനെയും സഹോദരിയെയും മുകൾ നിലയിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക വിവരം ബന്ധുവായ ലളിതയ്ക്ക് മനസ്സിലായെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരെയും കൊലപ്പെടുത്തി.